നമസ്തേ. എജ്യൂട്യൂസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ലാസ്റ്റ് പാർട്ടാണ്, അതായത് കോമ്പറ്റേറ്റീവ് എക്സാമില് സമാസത്തിന്റെ ലാസ്റ്റ് പാർട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനെയറുകളാണ് ഇപ്പോൾ ആൻസർ ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സമാസത്തിന്റെ കഴിയാണ്. ഇനി അടുത്ത ക്ലാസ് തുടങ്ങി സന്ധ്യയായിരിക്കും മിക്കവാറും എടുക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യനെയറുകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. റാങ്ക് ലിസ്റ്റിലൊക്കെ പേര് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്നാൽ ക്ലാസ്സിലേക്ക് പോയാലോ. കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, ജരായാഹ സമീപം ഇത്യസ്യ സമസ്തപദം ഉപജരസം എന്നാണ് കേട്ടോ. ധന്യാർത്ഥഃ ഇത്യസ്യ സമാസഃ തൃതീയ തത്പുരുഷ സമാസം. ഇരാദാഗതഃ ഇത്യസ്യ സമസ്തപദം ഇരാഗതഃ. ഏതേഷു ഉഭയപദാർത്ഥ പ്രധാനഃ സമാസഃ ദ്വന്ദ്വഃ. ദ്വന്ദ്വ സമാസമാണ് ഉഭയപദാർത്ഥ പ്രധാനം. അന്യപദാർത്ഥ പ്രധാനോയം സമാസഃ ബഹുവ്രീഹി. ടിക്ക് ചെയ്തിട്ടില്ല, ബഹുവ്രീഹിയാണ് കേട്ടോ. കർമ്മധാരേ സമാസഃ കതിവിധഃ ചതുർവിധഃ. ദ്വിഗു കർമ്മധാരേ സമാസൗ അസ്യൈവ സമാസസ്യ വിശേഷൗ ബഹുവ്രീഹി സമാസസ്യ. വ്യധികരണ തത്പുരുഷ സമാസഃ കതിവിധഃ ഏകാദശവിധഃ. ആയതീഗവം ഇതി കസ്യ ഉദാഹരണം അവ്യയീഭാവ സമാസസ്യ. ശ്യാമോജ്വല വപുഃ ഇതി അസ്യ ഉദാഹരണമസ്തി ബഹുപദ ബഹുവ്രീഹേഃ. ബഹുപദ ബഹുവ്രീഹിയുടെ ഉദാഹരണമാണ്. മുഖചന്ദ്രഃ ഇത്യത്ര കീദൃശഃ കർമ്മധാരയഃ. ഉപമാനോത്തരപദ കർമ്മധാരയ സമാസമാണ് അവിടെ ഉള്ളത്. ഓക്കെ, ഇനി പൗർവശാലഃ ഇതി കസ്യ ഉദാഹരണം ഭവതി. പൗർവശാലഃ എന്നുള്ളത് കർമ്മധാരയ സമാസത്തിന്റെ ഉദാഹരണമാണ്. ഗോവ്യാഘ്രം ഇത് അസ്യൈവ സമാസസ്യ ഉദാഹരണം. ഗോവ്യാഘ്രം കർമ്മധാരയത്തിന്റെയാണ്. ഓക്കെ, ശിവൗ ഇത്യത്ര കഃ സമാസഃ ഏകശേഷ സമാസഃ. നൃസിംഹഃ ഇതി കസ്യ ഉദാഹരണം. ഉപമാനോത്തരപദ കർമ്മധാരയസ്യ ഉദാഹരണം. ആബാലം അസ്യ ഉദാഹരണം. അവ്യയീഭാവസ്യ ഉദാഹരണം. ആചാര നിപുണഃ കസ്യ ഉദാഹരണം. തൃതീയ തത്പുരുഷസ്യ ഉദാഹരണം ആചാര നിപുണം. നിശങ്കം ഇത്യത്ര കഃ സമാസഃ. പ്രാതി സമാസഃ. അധനഃ ഇത്യത്ര കഃ സമാസഃ. ബഹുവ്രീഹി സമാസഃ. പാദപദ്മം ഇത്യസ്യ വിഗ്രഹവാക്യം കിം. പാദപദ്മം, ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. അധനഃ ഇത്യത്ര കഃ സമാസഃ എന്നുള്ളിടത്ത് ബഹുവ്രീഹിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, പക്ഷെ അത് നഞ്ഞ സമാസാണ് കേട്ടോ. ധനഃ അധനഃ ബഹുവ്രീഹി അല്ല, അവിടെ നഞ്ഞ സമാസാണ്. അതൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, പാദപദ്മം ഇത്യസ്യ വിഗ്രഹവാക്യം പാദഃ പദ്മം ഇവ. അതാണ് പാദപദ്മം. പുണ്യപുരുഷഃ ഇദം വിഗ്രഹവാക്യം പുണ്യശ്ചാസൗ പുരുഷഃ. ഖഡ്ഗപാണിഹി വിഗ്രഹവാക്യം ഖഡ്ഗഃ പാണൗ യസ്യ സഹ. അതാണ് ഉദാഹരണം. ഇനി അടുത്ത പേജിലോട്ട് പോകുമ്പോൾ ഇനി അടുത്ത സമസ്തപദം നമുക്ക് നോക്കാം. ശുഭാനന അസ്യാസ്തി വിഗ്രഹവാക്യം ശുഭം ആനനം യസ്യാഹ സ. ആയതേക്ഷണ ഇത്യസ്യ വിഗ്രഹവാക്യം ആയതേ ഈക്ഷണ യസ്യാഹ സ. മനോഹര വപുഃ ഇതി ബഹുവ്രീഹി സമാസസ്യ ഉദാഹരണം ആം. നരേഷു ശാർദൂല ഇവ ഇത്യസ്യ സമസ്തപദം നരശാർദൂലഃ. ഭീമഃ പരാക്രമഃ യസ്യ സഹ ഭീമപരാക്രമഃ. പുരഃ ഗച്ഛതി ഇതി പുരോഗഃ. ധനുഷാ ജീവതി ഇതി ധാനുഷ്കഃ. ഇഹ തിഷ്ഠതി ഇതി ഇഹത്യഃ. അകീടം ആമർത്യം ആബാലവൃദ്ധം യേഷാം സമാസം നിർദ്ദിശത അവ്യയീഭാവ സമാസഃ. ഫലവൃക്ഷാഃ ഛായാവൃക്ഷാഃ പുഷ്പലതാഃ യേഷാം സമാസം മധ്യമപദലോപി തത്പുരുഷ സമാസം. അതടാഃ അപുത്രാഃ അപാപാഃ യേഷാം സമാസസ്യ നാമമസ്തി നഞ്ഞ ബഹുവ്രീഹി. അദ്രവം ദ്രവം സമ്പദ്യമാനം കൃത്വാ ദ്രവീകൃത്യ. അനന്ധം അന്ധം സമ്പദ്യമാനം കരോതീതി അന്ധീകരോതി. സുവർണസ്യ വികാരഃ സുവർണമയഃ. ഉഭയപദപ്രധാനഃ സമാസഃ ദ്വന്ദ്വഃ.
പ്രഥമം പദം പ്രധാനമസ്മിൻ സമാസേ അവ്യയീഭാവസമാസേ. അധിമുനിഃ ഇതി ശബ്ദേ അയം വിഗ്രഹഃ മുനൗ ഇതി. ഉപസമുദ്രം ഇത്യस्य समासः अव्ययीभावसमासः. सचक्रम इत्युदाहरणमस्ति अव्ययीभावसमासस्य. अभ्यग्निः इत्यत्र विग्रहवाक्यम् अग्निन् अभि എന്നാണ്. अग्निम् अभि. मध्ये सभम इत्यत्र विग्रहवाक्यं सभायाः मध्ये എന്നാണ്. संस्थागतः इत्यत्र कः समासः? द्वितीय तत्पुरुष समासः. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. ഇനി അടുത്ത സെറ്റ് ഓഫ് അടുത്തത് ഗോഹിതം ഇത്യത്ര വിഗ്രഹവാക്യം ഗവേ ഹിതം. നീലമേഘഃ ഇത്യस्य വിഗ്രഹः നീലശ്ചാസൗ മേഘः. നരകേശരി ഇത്യത്ര വിഗ്രഹः നരः കേശരി ഇവ. നീമതരുः ഇത്യത്ര വിഗ്രഹः നീമः ഇതി തരുः. കടുകഷായം ഇത്യത്ര സമാസം കർമ്മധാരയ സമാസം. സ്ഥാനാന്തരം ഇത്യത്ര വിഗ്രഹം അന്യത് സ്ഥാനം. വിദ്യാധനം അത്ര സമാസം കർമ്മധാരയഃ. അർദ്ധം നഗരസ്യ ഇത്യस्य സമസ്തപദം നഗരാർദ്ധം. ഹംസ ഇവ ധവളഃ ഇത്യस्य സമസ്തപദം ഹംസധവളഃ. ശതാബ്ദി ഇതി പദേ സമാസഃ ദ്വിഗുസമാസഃ. പ്രാചാര്യഃ അസ്മിൻ പദേ സമാസം പ്രാതിസമാസഃ. മധുപഃ ഇത്യത്ര സമാസഃ മധുനി പിബതി ഇതി മധുപഃ. പദ്മനാഭഃ ഇത്യത്ര വിഗ്രഹവാക്യം പദ്മം നാഭൗ യസ്യ സഃ. ദത്തം അവധാനം യൈഹി തേ ഇത്യത്ര സമസ്തപദം ദത്താവധാനാഃ. മധുജല ഇത്യത്ര വിഗ്രഹവാക്യം മധുരം ജലം യസ്യാം സാ എന്നാണ്. ഖഡ്ഗഹസ്ത ഇത്യത്ര വിഗ്രഹം ഖഡ്ഗഃ ഹസ്തേ യസ്യാഹ സാ എന്നാണ്. ദ്വിത്രാഹ ഇതി ശബ്ദേ കഃ സമാസഃ? അത്ര ബഹുവ്രീഹി സമാസഃ. ദക്ഷിണപൂർവ ഇത്യത്ര സമാസം ബഹുവ്രീഹി സമാസം. മൃഗലോചന അത്ര വിഗ്രഹः മൃഗസ്യ ലോചനേ ഇവ ലോചനേ യസ്യാഹ സ എന്നാണ്. ഉപവിംശാഃ ഇത്യത്ര സമാസഃ ബഹുവ്രീഹി സമാസഃ. ബഹുവ്രീഹി ഉപവിംശാഃ. അടുത്ത സെറ്റ് ഇതോടുകൂടി തീരാണ്. 200 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ ശരിക്കും ചെയ്തത്. സശിഷ്യഃ ദണ്ഡാദണ്ഡി ഗജാനനഃ ഇത്യാദി ശബ്ദാനാം സമാസഃ ബഹുവ്രീഹി. ഹരിഹരഃ ഹരിഹരൗ ഇതി ശബ്ദദ്വയേ സമാസഭേദഃ അസ്തി നവ അസ്തി. ഹരിഹരഃ എന്നുള്ളത് സമാസം വേറെയാണ്, ഹരിഹരൗ എന്നുള്ളത് വേറെ സമാസമാണ്. പ്രതിദിനം അത്ര വിഗ്രഹം ദിനം ദിനം പ്രതി. പിതരൗ അത്ര സമാസം ഏകശേഷഃ. ഭവന്തശ്ച ഭവത്യശ്ച അത്ര ഏകീപദം ഭവന്തഃ. ആത്മനേപദം ഇത്യത്ര സമാസഃ അലുക് സമാസഃ. വക്രഃ പന്ഥ ഇത്യസ്യ ഏകപദീകരണം വക്രപന്ഥ വക്രപഥഃ. നവാനാം രാത്രീണാം സമാഹാരഃ നവരാത്രം. ദേവരാജഃ ഇത്യസ്യ വിഗ്രഹം ദേവാനാം രാജഃ. നദീ മാതാ യസ്യ സഹ ഇത്യസ്യ സമസ്തപദം നദീ മാതൃകഃ എന്നാണ് കേട്ടോ. ഖായാണ് നാലാമത്തെയാണ് അതിൻ്റെ ഉത്തരം. ആത്മനി ഇതി ഇത്യസ്യ സമസ്തപദം ആത്മനി ഇതി അധ്യാത്മം എന്നാണ്. പഞ്ചഷാഹ ഇത്യസ്യ വിഗ്രഹവാക്യം പഞ്ചവാ ഷഡ് വാ എന്നാണ് കേട്ടോ. ജലജാക്ഷി വിഗ്രഹവാക്യം ജലജേ ഇവ അക്ഷിണി യസ്യാഹ സ എന്നാണ്. പുത്രശ്ച പൗത്രശ്ച അനയോഃ സമാഹാരഃ പുത്രപൗത്രം എന്നാണ്. അപ്പൊ നമ്മൾ ഇതോടുകൂടി 200ഓളം ചോദ്യങ്ങളാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആൻസർ ചെയ്തത്. ഒരുപാട് സമാസങ്ങളും ഒരുപാട് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും നല്ല മാർക്കോട് കൂടി റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധിക്കട്ടെ എന്നും എൻ്റെ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്കിനി അടുത്തത് സന്ധിയിലേക്കാണ് നമ്മൾ പോകുന്നത്. സന്ധി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സന്ധി ക്ലാസ്സുകൾ നമുക്കിനി എടുക്കാം കേട്ടോ. അടുത്ത വീഡിയോസിൽ നമുക്ക് സന്ധിയുടെ ക്ലാസ്സുകൾ കാണാം. അപ്പോൾ സമാസത്തിനെ കുറിച്ചിട്ടുള്ള ഒരുവിധം സംശയങ്ങളും ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. സന്ധിയും ഇതുപോലെ തന്നെ എക്സ്പ്ലനേഷന് ശേഷം ക്വസ്റ്റ്യനെയറുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.
ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. നമസ്തേ. താങ്ക് യു ഫോർ വാച്ചിങ്.